ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് തുലാം ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോയി കുറച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ട് നിങ്ങളോട് പറയാനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1-ാം തീയതി കൈനീട്ടം പോയാൽ നമുക്കൊരു എല്ലാവർക്കും കൊടുക്കും, നമുക്കൊരു കോയിനും കൂടെ കിട്ടും. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് തോന്നി. എല്ലാ സ്ഥലത്തും എല്ലാ അമ്പലത്തിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുവിധം അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയട്ടോ. അങ്ങനെ നമ്മൾ അമ്പല ദർശനമെല്ലാം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ രാവിലെ കഞ്ഞിയും ഒരു കറിയും കിട്ടിയത്. മറ്റേ കറി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കഞ്ഞിയും കറിയും എല്ലാം കുടിച്ച് നമ്മൾ കൈയും കാലമൊക്കെ കഴുകി ഇനി എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഇന്നോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ലുലുവിൽ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അവിടേക്ക് പോവാം. ഓക്കെ. ഇതെന്തുവാ? കിവിയും സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും എടുത്തു. ഇനി ഓട്സും എന്തോലും ഒന്നുകൂടെ കുറച്ചുകൂടെ സാധനം നോക്കാല്ലേ. അങ്ങനെ നമ്മൾ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീഡ്സും നട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിനി മുകളിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് നേരത്തെ, അതായത് രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരില്ല. പൊതുവേ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ രാവിലെ വന്നുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. നമ്മുടെ അടുത്ത മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വീട് നന്നായിട്ട് ഇങ്ങനെ സ്മെല്ലായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കാൻ എനിക്ക് ഭക്തിസാന്ദ്രമായിട്ട് കത്തിക്കാൻ ചന്ദനത്തിരിന്റെ ഭസ്മത്തിന്റെ സ്മെല്ലുള്ള ചന്ദനത്തിരി വേണം എനിക്ക്. അതുകൊണ്ട് നീ തിരക്കുന്ന സാധനം സാമ്പ്രാണി ഇതൊന്നും എടുത്തരോ? പിന്നെ എനിക്ക് ഭസ്മത്തിന്റെ മണമുള്ള ചന്ദനത്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ അന്വേഷിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണേ. ഇതുണ്ടല്ലോ, ഞാൻ പണ്ടൊരു കല്യാണത്തിന് പോയപ്പോ അവിടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് തരില്ലേ, അങ്ങനെ വന്നപ്പോ ഈ കളറായിരുന്നു അതിന്. അതേ ഫ്രാഗ്രൻസ് ആണോ നമുക്ക് നോക്കാം. അതന്നെ ഞാൻ കുറെ അന്വേഷിച്ച് നടന്നതേക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്തായാലും എടുക്കാം. ഓ ഇതെന്തത്? ഐ ആം എ കാൻഡിൽ അഡിക്റ്റ്. മോയ്സ്ചറൈസർ വേണം, മറന്നു കഴിഞ്ഞാ. മോയ്സ്ചറൈസർ മതി. വലുത് കാണാനില്ലേ ഇവിടെ, ചെറുത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ബില്ലെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു എയർ ഫ്രയർ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വേഗം ബിൽ ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ ബില്ല് ചെയ്തിട്ട് നമുക്ക് എയർ ഫ്രയർ നോക്കാൻ പോകാം. ഓക്കെ, നമുക്ക് എയർ ഫ്രയർ കൂടെ നോക്കിയിട്ട് പോയാലോ? എനിക്ക് എന്തായാലും എയർ ഫ്രയർ ഞാൻ വിഷുവിന് മുമ്പ് സ്വന്തമായി മേടിച്ചിരിക്കും. സോ നമ്മൾ ഇപ്പോഴേ വന്ന് നോക്കണം. ബാ നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ആ കവർ ഒന്ന് പിൻ ചെയ്ത് തന്നു. ദെൻ നമ്മൾ ലുലു കണക്റ്റിൽ തന്നെ വന്നിട്ട് കുറച്ച് എയർ ഫ്രയേഴ്സ് ഏത് മേടിക്കണം എന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം വിഷുവിന് മേടിക്കാൻ വിളിച്ചത്. പിന്നെയാണ് വിഷു ഒരുപാട് ദൂരെയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ കുറേ എയർ ഫ്രയേഴ്സ് നോക്കി. അതിൽ 2-3 നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതുള്ളൂ. അങ്ങനെ നമുക്ക് 2-3 ഇഷ്ടമായിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് മേടിക്കുന്നുള്ളൂ. എന്താണ് വിഷു? വിഷുവിന് അടുത്ത വർഷല്ലേ, അപ്പൊ ക്രിസ്മസിന് മേടിക്കാം. ഓക്കെ, അതൊക്കെയറിയാം. ഞാൻ എന്തിനു വിഷു വിചാരിച്ച എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. ക്രിസ്മസിന് മേടിക്കാം. അപ്പൊ എന്തായാലും മേടിക്കും. ബർഗർ ഹെൽത്തിയാ, കുഴപ്പമില്ല. ബർഗറില് ഞാൻ പറയട്ടെ, ബർഗറില് ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. ബെന്ന്, ലെറ്റൂസ്, വെജീസ്, പാറ്റി, എന്തൊരു ഹെൽത്തിയാ. എണ്ണയില് മുക്കി പൊരിച്ച ചിക്കൻ ഉണ്ട്. ഒരെണ്ണം തന്നോ ഇത്ര സാധനം മേടിച്ചത് ഡയറ്റ്. അതില് ലെറ്റൂസ് ഒക്കെ ഉണ്ട്. ലെറ്റൂസ് സെപ്പറേറ്റ് മേടിച്ചു.
69. ഇതാണ് ഡയറ്റ് ചെയ്യുമ്പോൾ കുറെ സാധനം എന്താ കവർ നിറയെ സാധനവും മേടിച്ച് വന്നിട്ട് ഇപ്പൊ പറയുന്നത് ഈ മനീഷാണ് 69 രൂപയുടെ ഇവിടെ ബർഗർ എന്നെ പ്രലോഭിപ്പിക്കാനായിട്ട് വന്നോളൂ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബർഗർ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ അത്രയുള്ളൊരു ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ.